ഹായ് ഓൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ ഹാർപ്പ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഹെൻറി ലൂയിസ് വിവിയൻ ഡെറോസിയോ എഴുതിയ എന്താണ് ഒരു സോണറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഈ ഹാർപ്പ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഏർലിയസ്റ്റ് പാട്രിയോട്ടിക് പോയമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദ ഹാർപ്പ് ഓഫ് ഇന്ത്യ ബൈ ഹെൻറി ലൂയിസ് വിവിയൻ ഡെറോസിയോ ഈസ് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് പാട്രിയോട്ടിക് പോയംസ് ഇൻ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇതിൽ പോയത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഹെൻറി ലൂയിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ആംഗ്ലോ ഇന്ത്യൻ പോയറ്റാണ്, ടീച്ചറാണ്, ജേർണലിസ്റ്റാണ്, ഒരു സോഷ്യൽ റിഫോമറും കൂടിയാണ്. സോ ഹി വാസ് ദ ലീഡർ ഓഫ് യങ് ബംഗാൾ മൂവ്മെൻറ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ജേർണിയിൽ. പിന്നെ ഹീസ് ഓഫൺ കോൾഡ് ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രി. ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രിയുടെ ഫാദർ എന്ന് അറിയപ്പെട്ടത് ആരാണ്? ഹെൻറി ലൂയിസ് വിവിയൻ ഡെറോസിയോ ആണ്. ഓക്കെ, സോ ഇനി പോയം എന്താണെന്ന് പറഞ്ഞാൽ ഈ കവിതയ്ക്ക് ആക്ച്വലി എന്തില്ല, ഒരു കഥയില്ല. ഇറ്റ്സ് ആക്ച്വലി ആൻ സിംബോളിക് പാട്രിയോട്ടിക് പോയമാണ്. ഈ കവിതയിൽ ഹാർപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്, ഒരു ഇൻസ്ട്രുമെൻ്റ്, നമ്മുടെ വീണ പോലെയൊക്കെയുള്ള ഒരു സംഗീതോപകരണമാണ്. ഈ ഹാർപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് സംഗീതം നിറച്ചിരുന്ന ഇങ്ങനെ ഹാർപ്പിലൂടെയായിരുന്നു. അപ്പം അതിലൂടെ കവി ഇന്ത്യയുടെ അവസ്ഥയാണ് കാണിക്കുന്നത്. ഒരു കാലത്ത് ലോകത്തെ നയിച്ചിരുന്ന ഇന്ത്യയുടെ സാഹിത്യവും സംസ്കാരവും ഇങ്ങനെ ഈ കോളനൈസേഷൻ അതൊക്കെ കാരണം ഉറങ്ങിക്കിടക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നു. സോ അവിടെ ഹാർപ്പ് എന്ന് പറയുന്നത് മെയിനായിട്ട് എന്തിനൊക്കെയാണ് സിംബലൈസ് ചെയ്യുന്നത് വെച്ചാൽ ദ ഹാർപ്പ് റെപ്രസെൻറ്റ്സ് ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ ലിറ്ററേച്ചർ, ആൻഷ്യൻ വിസ്ഡം, നാഷണൽ ഐഡൻറ്റിറ്റി, സ്ലീപ്പിംഗ് ജീനിയസ് ഓഫ് ഇന്ത്യ, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പം ഉറങ്ങിക്കിടക്കുന്ന ഇന്ത്യയുടെ ആത്മാവായിട്ടാണ് ഹാർപ്പിനെ റെപ്രസെൻറ്റ് ചെയ്തത്. ഇനി ഈ ഹാർപ്പ് എന്ന് പറഞ്ഞാൽ നെഗ്ലക്റ്റഡ് ആൻഡ് മ്യൂട്ടായിട്ട് എന്ന് വെച്ചാൽ ആരും അതിനെ വായിക്കുന്നില്ല, അതുകൊണ്ട് എന്താണ് അത് നിശബ്ദമാണെന്നാണ് ആദ്യം പറയുന്നത്. അപ്പം ഇവിടെ ഇന്ത്യയുടെ അവഗണിക്കപ്പെട്ട സംസ്കാരത്തെയും സാഹിത്യത്തെയും ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. പിന്നെ അൺസ്ട്രങ് എന്ന് പറഞ്ഞൊരു വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം വെച്ചാൽ ഹാർപ്പിൻ്റെ സ്ട്രിങ്സൊക്കെ പൊട്ടിയിരിക്കുകയാണ്, ഇങ്ങനെ യൂസ് ചെയ്യാതെ എന്താണ് അതിനെന്തൊക്കെയോ സംഭവിച്ചു പോയിട്ട് അത് പൊട്ടിയിരിക്കുകയാണ്. പിന്നെ ഇന്ത്യയുടെ സ്വന്തം ശബ്ദവും ആത്മവിശ്വാസവും നഷ്ടപ്പെട്ടൊരവസ്ഥയാണ് ഇതിനെന്ത് ചെയ്യുന്നത്, പ്രതിനിധീകരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ റൂയിൻഡ് മോണ്യുമെൻറ്റ് ഓൺ എ ഡെസേർട്ട് പ്ലെയിൻ എന്ന് പറയും. കവി ഹാർപ്പിനെ ഒരു തകർന്ന സ്മാരകവുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്. മോണ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ സ്മാരകം. ഓക്കെ, സോ പിന്നെ അതിലുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരമൊക്കെ ഭയങ്കര എല്ലാവരും അതിൽ അഭിമാനിക്കുകയും അതിങ്ങനെ പറഞ്ഞ് നടന്നൊക്കെ ഒരു കാലമായിരുന്നു. അപ്പം ഒരു കാലത്ത് മഹത്വം നിറഞ്ഞിരുന്ന ഒരു സംസ്കാരം ഇന്നാരും ഓർക്കാതെ കിടക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് എന്ത് പറയുന്നത്, അവിടെ റൂയിൻഡ് മോണ്യുമെൻ്റ് എന്ന് കൊടുക്കുന്നത്. ഇനി നമുക്ക് തീംസിലേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് കാണാൻ പറ്റുന്നൊരു കാര്യം പാട്രിയോട്ടിസം ആൻഡ് കൾച്ചറൽ ലോസാണ്. ഇവിടെ ഒരു കാലത്ത് ലോകം ആരാധിച്ചിരുന്ന ഇന്ത്യയുടെ സാംസ്കാരിക ഇങ്ങനെ മഹത്വത്തിനെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതിൽ കവി ദുഃഖിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ലെഗസി ഓഫ് ആൻസെസ്ട്രൽ ജീനിയസ്, അതെന്താ വെച്ചാൽ അവിടെ ദ പോയറ്റ് റിമെമ്പേഴ്സ് ദ ഗ്രേറ്റ് പോയറ്റ്സ് ആൻഡ് തിങ്കേഴ്സ് ഓഫ് ആൻഷ്യൻ്റ് ഇന്ത്യ. അപ്പം നമ്മുടെ ആൻഷ്യൻ്റ് ഇന്ത്യ എന്ന് വെച്ചാൽ പുരാതന ഇന്ത്യയിലെ നമ്മുടെ കവികളെയും ചിന്തകരെയൊക്കെ ലോകത്തിന് നൽകിയ മഹത്തായ സംഭാവനകളെ കവി ആദരവോടെ അവിടെ ഓർക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവരാണ് ഇന്ത്യയുടെ യഥാർത്ഥ സമ്പത്തെന്നാണ് അവിടെ പറയുന്നത്. പിന്നെ തീമെന്ന് പറഞ്ഞാൽ ഹോപ്പ് ആൻഡ് ഇൻ്റലക്ച്വൽ റിവൈവലാണ്. അവിടെ വെച്ചാൽ ഈ പോയറ്റ് ബിലീവ് ചെയ്തിരുന്നത് വെച്ചാൽ ഇന്ത്യയുടെ ഡോർമൻറ്റ് ജീനിയസ് ക്യാൻ അവേക്കൺ അഗെയിൻ, ഇന്ത്യയുടെ ഉറങ്ങിക്കിടക്കുന്ന പ്രതിഭനെ വീണ്ടും ഉണരുമെന്നാണ് കവി വിശ്വസിക്കുന്നത്. അപ്പോൾ
അപ്പോൾ നമ്മുടെ ഈ ജനറേഷൻ, പുതിയ തലമുറയിൽ കവികളും എഴുത്തുകാരും ചിന്തകരും ഇന്ത്യയെ വീണ്ടും മഹത്വത്തിലേക്ക് നയിക്കുമെന്ന എന്തുണ്ട്, കവിക്ക് അദ്ദേഹത്തിനൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ ഇവിടെ ലിറ്റററി ഡിവൈസസ് ആയിട്ട് യൂസ് ചെയ്ത കാര്യം പറയുകയാണെങ്കിൽ സോണറ്റ് എന്ന് പറയും. എന്നുവെച്ചാൽ 14 വരികളുള്ള സോണറ്റ് രൂപത്തിലാണ് കവിത ഇവിടെ എഴുതിയിരിക്കുന്നത്. ചെറിയ രൂപത്തിൽ വലിയ ദേശീയ സന്ദേശം നൽകുന്നുണ്ട്. ഓക്കെ, ഒരു മെസ്സേജ് കൊടുക്കുന്ന രീതിയിലാണ് എഴുതിയത്. ഇവിടെ പേഴ്സണിഫിക്കേഷൻ കാണാം. കവി ഹാർപ്പിനെ ജീവനുള്ള ഒരാളുമായിട്ട് കാണുകയും അതിനോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെയുള്ള ഇമേജറി, വിതേർഡ് ബോ, സൈലൻറ്റ് ഹാർപ്പ്, റൂയിൻഡ് മൊന്യൂമെൻറ്റ്, ഡെസേർട്ട് പ്ലെയിൻ എന്നിങ്ങനത്തെ ഉപയോഗിച്ച് നഷ്ടപ്പെട്ട മഹത്വത്തിൻ്റെ ദുഃഖം കവി വളരെ വ്യക്തമായിട്ട് ചിത്രീകരിച്ചു തരുന്നു. പിന്നെ ഇവിടെ മെറ്റഫറായിട്ട് മുഴുവൻ ഹാർപ്പ് തന്നെ ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും ദേശീയ ആത്മാവിൻ്റെയും പ്രതീകമാണെന്നും പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഹിസ്റ്ററിക്കൽ ആൻഡ് ലിറ്റററി കണ്ടസ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഈ കവിത ആക്ച്വലി ഒരു ബംഗാൾ റിനൈസൻസ് കാലഘട്ടത്തിലാണ് എഴുതപ്പെട്ടത്. അപ്പം ബ്രിട്ടീഷ് കോളനൈസേഷന് ഇന്ത്യൻ ജനതയുടെ ഇങ്ങനത്തെ എന്താ പറയുക ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഡെറോസിയോ ദേശീയ ബോധവും സാംസ്കാരിക അഭിമാനവും തിരികെ കൊണ്ടുവരാൻ ഈ കവിത രചിച്ചു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ആദ്യകാല നാഷണലായിട്ട് പാട്രിയോട്ടിക് പോയമായിട്ട് എഴുതിയതാണ്. ഇതിലെ സെൻട്രൽ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഈ കവിത പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഹാർപ്പ് ഷുഡ് ബി റങ് അഗെയിൻ, ലൈക്ക് ഹാർപ്പ് വീണ്ടും മുഴങ്ങണം. അതായത് ഇന്ത്യയുടെ സാഹിത്യം, കല, ബുദ്ധിശക്തി, ദേശീയാഭിമാനം വീണ്ടും ലോകത്തിന് മുന്നിൽ ഉയരണം. ഓക്കെ, സോ ദ ഹാർപ്പ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എൻ ഓർഡിനറി ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ പോയം. ഓക്കെ, അതൊരു കവിത മാത്രമല്ല, അത് ഇന്ത്യയെ ഉണർത്താനുള്ള ശക്തമായൊരു ഒരു വിളിയാണ്. ഡെറോസിയോ നഷ്ടപ്പെട്ട മഹത്വത്തെക്കുറിച്ച് കരയുക മാത്രമല്ല ചെയ്യുന്നത്, പകരം അദ്ദേഹം പറയുന്നത് നമ്മുടെ സംസ്കാരം സംരക്ഷിക്കൂ, നമ്മുടെ പാരമ്പര്യം മറക്കരുത് എന്ന് വെച്ചാൽ വി ഷുഡ് ഹോൾഡ് ഓൺ ടു അവർ കൾച്ചർ. ഓക്കെ, അതാണ് അവിടെ കൊടുക്കുന്നത്. ഉറങ്ങിക്കിടക്കുന്ന ഇന്ത്യയുടെ പ്രതിഭയെ വീണ്ടും ഉണർത്തും. ഓക്കെ, അതുകൊണ്ട് ഈ കവിത പ്രിസർവേഷൻ ഓഫ് ഇന്ത്യൻ ഹെറിറ്റേജ്, റീസർജൻസ് ഓഫ് നാഷണൽ ഐഡൻറ്റിറ്റി, ഇൻ്റലക്ച്വൽ റിവൈവൽ, ആർട്ട് ആൻഡ് സെൽഫ് റെസ്പെക്റ്റ് എന്നിവയുടെ ശക്തമായ പ്രതീകമായിട്ട് ഇന്നും നിലകൊള്ളുന്നു എന്നാണ് പറയുന്നത്. സോ ഇത്രയുമാണ് ദ ഹാർപ്പ് ഓഫ് ഇന്ത്യയിൽ ഹെൻറി ലൂയിസ് വിവിയൻ ഡെറോസിയോ പറയുന്നത്. ഇതിലൊരുപാട് കുറച്ചും കൂടി ഡെപ്തിൽ പോകാനുണ്ട്. പക്ഷേ നമ്മുടെ ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് നോക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പോയത്തിലെ ലൈൻസ് തരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കുറച്ച് വേർഡ്സൊക്കെ ഇല്ല, അതൊക്കെ നോക്കിയാൽ തന്നെ മതി. ഓക്കെ, സോ യാ.